എൻ്റെ പേര് സുരേഷ്. ഞങ്ങൾ റാന്നി കണ്ണമ്പള്ള ഇടവകയാണ്. റാന്നി പ്രദേശത്തു നിന്നാണ് കുടുംബം ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. എൻ്റെ മോൻ്റെ കാര്യം പറയാനാണ് ഞാനിവിടെ നിൽക്കുന്നത്, സാക്ഷ്യം പറയുന്നതിനാണ്. എൻ്റെ മോന് ജനിച്ച് 1.5 വയസ്സായപ്പോൾ അവൻ നടക്കാൻ തുടങ്ങിയപ്പോൾ കാല് ബുദ്ധിമുട്ടായിരുന്നു. ഇടത് കാൽഭാഗത്തിന് ആർച്ച് വളരെ കുറവായിരുന്നു. ഡോക്ടർ പറഞ്ഞു ഒരു ഷൂ ധരിക്കാൻ പറഞ്ഞു. ഞങ്ങൾ ആ ഷൂ ധരിക്കുകയും ആ കൂടെ ഞങ്ങൾ സെഹിയോനിൽ അട്ടപ്പാടി മാസവാദ്യ വെള്ളിയാഴ്ച പോയി പ്രാർത്ഥിക്കുകയും ചെയ്തു. 1 വർഷം ഞങ്ങൾ ഷൂ ധരിക്കും, പക്ഷെ എന്നാൽ അതിന് കാര്യമായ മാറ്റമൊന്നും ഉണ്ടായില്ല. അതിനുശേഷം ഞങ്ങൾ ഡോക്ടറെ കണ്ടപ്പോൾ പറഞ്ഞു വീണ്ടും ഷൂ ധരിക്കാൻ പറഞ്ഞു. എന്നാൽ ഞങ്ങൾ അതിന് പകരം അഭിഷേകാഗ്നി പ്രോഗ്രാം ശാലോം TV യിൽ കാണുകയും ശാലോം ചാനലിൽ കൂടെ അട്ടപ്പാടിയിൽ നിന്ന് സംപ്രേഷണം ചെയ്യുന്ന അഭിഷേകാഗ്നി എന്ന വചന ശുശ്രൂഷ വീട്ടിലിരുന്ന് അങ്ങോട്ട് കാണാൻ തുടങ്ങി. കാണുകയും ഞങ്ങൾ എല്ലാവരും കൂടി പ്രാർത്ഥിക്കുകയും ആ നേരത്ത് അവൻ്റെ കാൽപാദം TV യുടെ നേരെ കാണിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു. കാൽപാദം TV യിൽ പരിശുദ്ധ കുർബാന ആരാധന നടക്കുന്ന സമയത്ത് എൻ്റെ യേശുവെ എൻ്റെ കാലിന് തൊടണേന്ന് പറഞ്ഞ് കാൽപാദം അങ്ങനെ TV യുടെ അങ്ങോട്ട് നീട്ടിപ്പിടിച്ച് അങ്ങോട്ട് പ്രാർത്ഥിച്ച്. അതിനുശേഷം കാൽപാദത്തിൻ്റെ ആർച്ച് നേരെയാവുകയും അവൻ നടക്കുമ്പോൾ വീഴാതിരിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനു മുമ്പ് നടക്കുമ്പോൾ വീഴുന്ന അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. അതിനു മുമ്പ് ആർച്ച് ശരിക്കും അല്ലാത്തതുകൊണ്ട് കാല് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കണോണ്ട് ശരിക്കും ബാലൻസ് ഇല്ലാതെ മറിഞ്ഞ് വീഴുന്ന അവസ്ഥയായിരുന്നു. എന്നാൽ അഭിഷേകാഗ്നി വചന ശുശ്രൂഷ TV യിലൂടെ നടക്കുന്ന സമയത്ത് ഈ കാൽപാദം TV യുടെ അങ്ങോട്ട് നീട്ടിപ്പിടിച്ചിട്ടില്ല, യേശുവേ തൊടണമെന്ന് പറഞ്ഞ് കുടുംബം മുഴുവനും കരഞ്ഞങ്ങോട്ട് പ്രാർത്ഥിച്ചു. ആ സമയത്ത് കാൽപാദത്തിന് ആർച്ച് ദൈവം അങ്ങോട്ട് കൊടുത്ത് ഇപ്പോൾ കുട്ടിക്ക് യാതൊരു കുഴപ്പമില്ല, നന്നായിട്ട് നടക്കാം, വീഴാതെയൊക്കെ നടക്കാൻ പറ്റും. പ്രിയപ്പെട്ട സഹോദരൻ, നോക്കി എത്രയോ പ്രകടമായിട്ടാണ് കർത്താവ് ഇടപെടുന്നത്. 2000 വർഷങ്ങൾക്ക് മുമ്പ് പലസ്തീനായിൽ ഈശോ ജീവിച്ചിരുന്ന കാലത്ത് ഈശോയുടെ അരികിലേക്ക് വന്നിട്ട് ഈശോയെ ഇതെൻ്റെ കണ്ണിന് കാഴ്ചയില്ല, ഇതെൻ്റെ കാലിന് വളവില്ല, ദൈവം മുടന്തനാണ്, ദൈവം നടക്കാൻ നിവൃത്തിയില്ല, തളർവാദ രോഗിയാണ്, കുഷ്ഠരോഗിയാണ് എന്ന് യേശുവിനോട് നേരിട്ട് പറയുമ്പോൾ യേശു എങ്ങനെ ഇടപെട്ടോ അതേപോലെ ഇന്ന് ഈ കാലഘട്ടത്തിൽ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ കർത്താവ് ദൈവമക്കളുടെ ജീവിതങ്ങളിലേക്ക് ഇടപെടുന്ന സംഭവങ്ങളാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ശക്തിയോടെ കൈയടിച്ച് കർത്താവിനെ ആരാധിക്കാം. ജീവിക്കുന്നു യേശു ജീവിക്കുന്നു, യേശു ജീവിക്കുന്നു, അത്ഭുതങ്ങൾ